ഇനി ടോപ്പ് 10 സ്പെഷ്യൽ സ്റ്റോറി നോക്കാം. പാലം പണി പൂർത്തിയാകാത്തതിനാൽ കര തൊടാനാകാതെ വലയുകയാണ് എറണാകുളം മരട് വളന്തങ്കാട് ദ്വീപ് നിവാസികൾ. അപ്രായോഗികമായ നിർമ്മാണമാണ് പ്രശ്നമെന്ന് നഗരസഭ വ്യക്തമാക്കുന്നു. MLA ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പാലം പണി. നിർമ്മാണത്തിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടി നഗരസഭ പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ. നാൽപ്പതോളം പട്ടികജാതി കുടുംബങ്ങളാണ് വളന്തക്കാട് ദ്വീപിലെ താമസക്കാർ. അക്കരയ്ക്കെത്താൻ പാലമില്ലാതെ വർഷങ്ങളായി ദുരിതം പേറി ജീവിക്കുകയാണിവർ. പ്രതിഷേധങ്ങൾക്കും നിവേദനങ്ങൾക്കും ഒടുവിൽ പാലം പണിയാൻ തീരുമാനമായി. M. സ്വരാജ് MLA ആയിരുന്ന കാലത്താണ് പാലത്തിനായി 6 കോടി രൂപ പണം അനുവദിക്കുന്നത്. കെൽ എന്ന കമ്പനിയായിരുന്നു നിർമ്മാണം ഏറ്റെടുത്തത്. 2019 പണിയും തുടങ്ങി. പക്ഷേ പണിത് വന്നപ്പോഴാണ് ഇരുകരകളിലേക്കും പാലം എങ്ങനെ എത്തിക്കും എന്ന കാര്യത്തിൽ ആലോചന വരുന്നത്. പാലത്തിന്റെ ലാൻഡിങ്ങിനായി ഇനിയും സ്ഥലം വേണം. അപ്രോച്ച് റോഡുകളെക്കുറിച്ചും ധാരണയില്ല. വളന്തക്കാരുടെ പാലം വായുവിൽ അങ്ങനെ നിൽക്കുകയാണ്. പാലത്തിന്റെ ഉയരം ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് മരട് നഗരസഭാ ചെയർമാൻ ആന്റണി ആശാമ്പറമ്പിൽ പറയുന്നു. കാരണം ഇപ്പോൾ ഈ പാലം പണി നടക്കുന്ന സ്ഥലത്ത് 106 മീറ്ററാണ് ഈ പുഴയുടെ വീതി. ഇവിടെ നിന്നൊരു 200 മീറ്റർ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ പുഴ അവിടെ ചെന്നിട്ട് 5 മീറ്റർ 6 മീറ്ററായിട്ട് ചുരുങ്ങിയാൽ. അപ്പോൾ ഇവിടെ ഈ 106 മീറ്റർ വീതിയിൽ ഇത്ര വലിയ പാലം പണിതാൽ പോലും ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്ന വാഹനങ്ങൾ അപ്പുറത്തേക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഈ കാണുന്ന സ്റ്റീലിൻ്റെ സ്ട്രക്ചർ മാത്രം പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനി അതിൻ്റെ അകത്ത് ഷീറ്റ് അടിക്കണം, കോൺക്രീറ്റ് ചെയ്യണം, ലാൻഡിങ് എടുക്കണം, ലാൻഡിങ്ങിന് ഭൂമി കണ്ടെത്തണം. അതുപോലെ നമ്മൾ ഈ പറയുന്ന മുടക്കിയതിൽ കൂടുതൽ കാശ് നമുക്ക് ചിലവാണ്. 40ഓളം കുടുംബങ്ങൾക്കായി വളന്തക്കാട് ദ്വീപിൽ ആകെയുള്ള പൊതു അടിസ്ഥാന സൗകര്യം എന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രമാണ്. ആർക്കെങ്കിലും അസുഖം കൂടിയാലോ സ്കൂളിൽ പോകാനോ സാധനങ്ങൾ വാങ്ങാനോ എല്ലാം അക്കരയ്ക്കെത്തണം. അതിനെല്ലാം വള്ളമാണ് ശരണം. വളന്തക്കാട് ദ്വീപിൽ ഒരു വീട് വെക്കാൻ ചിലവ് 3 ഇരട്ടിയിലധികമാകും. വലിയ വാഹനങ്ങളൊന്നും തന്നെ, വലിയ ജലവാഹനങ്ങളൊന്നും തന്നെ ഈ പുഴയിലൂടെ കടന്നു പോകുന്നില്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാലം തന്നെ അതിൻ്റെ 2 സൈഡിലും പില്ലറുകൾക്ക് നീളം കുറച്ചിട്ട് ഈ കരയിലേക്ക് വന്ന് മുട്ടിക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും. പാലം നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ നഗരസഭ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗം ഇതിനൊരു തീരുമാനം വേണമെന്നതാണ് നാട്ടുകാരുടെയും നഗരസഭയുടെയും ആവശ്യം. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. ഒരു അസുഖം വന്നാൽ അക്കരെ കടക്കുക എന്നതാണ് വളന്തക്കാട് ദ്വീപ് നിവാസികളുടെ ഏറ്റവും വലിയ പ്രശ്നം. പാലത്തിന്റെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് ഭരണകക്ഷി അംഗങ്ങളും ആവശ്യപ്പെടുന്നു. പ്രതികരണം നോക്കാം. പാലം വരാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സമയത്ത് എത്തിച്ചില്ലെങ്കിൽ തീർന്നു പോകും. അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. വള്ളം പായലൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് എത്താൻ പറ്റില്ല. പിന്നെ പകലെന്നുള്ള കാറ്റിൻ്റെ പ്രകൃതിയിൽ നിന്ന് നമുക്കൊരു പ്രതിരോധമുണ്ട്. അതിനൊക്കെ അതിജീവിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇത് അപ്രോച്ച് റോഡ് എന്ന് വരുമ്പോഴത്തേക്കും നമുക്കൊരു 60 മീറ്റർ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉണ്ട്. ഈ 60 മീറ്റർ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഞങ്ങളിലേക്ക് ഭൂമിയുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പാലം വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ച്. അച്ഛനപ്പൂപ്പന്മാരുടെ കാലത്ത് വേണ്ടി ഇവിടെ താമസിക്കുന്ന അന്ന് ഇത് ദുരിതമനുഭവിക്കണം. വെള്ളം പൊങ്ങിയാലും ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ എല്ലാ വീടുകളിലും വെള്ളം കയറി. ഈ പദ്ധതിയുടെ ശേഷമാണ് ഈ ചെയർമാനെ ഞാനിങ്ങനെ കൊണ്ടൊന്ന് കാണിച്ചു തരുമ്പോഴാണ് ചെയർമാൻ പോലും അറിയുന്നത് ഈ ഒരു വലിയ പുഴ ഈ ഒരു ചെറിയ 10 മീറ്ററിലേക്ക് ചുരുങ്ങുവാണെന്ന്. എൻ്റെ ഒരു ബിനോയ് ജോസഫ്, ഞാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാൻ മരട് നഗരസഭ. 3 വർഷമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രൊജക്ട് വാക്ക് കാര്യങ്ങളൊന്നും നഗരസഭയിൽ ഇതുവരെ വന്നിട്ടില്ല. സംഭവം. എൻ്റെ പേര് ശോഭാചന്ദ്രൻ, പൊതുവാനത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. അല്ല, പാലം ഞങ്ങളുടെ ആവശ്യം. വളന്തക്കാട് 10-45 കുടുംബങ്ങളുണ്ടല്ലോ, അവരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ കാണുന്നത്. എൻ്റെ പേര് ബേബി പോൾ, മരട് നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ. എഞ്ചിനീയറിംഗ് സെക്ഷനിലോ എന്തോന്നല്ല അപാകതകൾ കുറച്ച് വന്നിട്ടുണ്ട്. പക്ഷെ നഗരസഭയ്ക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. ഇപ്പോൾ ആഴമില്ലാത്ത ഈ പുഴയ്ക്ക് ഇത്രയും വലിയ പൊക്കമുള്ളൊരു പാലം ആവശ്യമില്ലായിരുന്നു. എങ്കിലും അത് തിരുത്തി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. വാർത്തയുടെ വിവരങ്ങളുമായി AT അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നു. അശ്വതി, പാലത്തിന്റെ പണി 70% പൂർത്തിയായ ഈ വേളയിൽ ഭരണപക്ഷം ഉയർത്തുന്ന എതിർപ്പ് രാഷ്ട്രീയപരമാണെന്ന് ആണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ഈ പണി പൂർത്തിയാക്കാൻ 3 കോടി രൂപ കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ദ്വീപ് നിവാസികളുടെ അവസ്ഥയാണല്ലോ പരിതാപകരം. അശ്വതി.
മരട് നഗരസഭയിൽ LDF ആണ് പ്രതിപക്ഷത്തുള്ളത്. ഭരണപക്ഷത്തിൻ്റെ പ്രമേയത്തെ, ഈ വളന്തക്കാട് പാലവുമായി ബന്ധപ്പെട്ട പ്രമേയത്തെ പ്രതിപക്ഷം എതിർക്കുകയാണ് ചെയ്തത്. 11 പേരുടെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രമേയം പാസ്സായിരിക്കുന്നത്. അതിൽ പ്രധാനമായും LDF ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാലത്തിൻ്റെ പണി 70% പൂർത്തിയായി. ഈ പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ പാലത്തിൻ്റെ ഹൈറ്റ് കുറയ്ക്കണമെന്ന് ഭരണപക്ഷം പറയുന്നത്. അത് അപ്രായോഗികമാണ്, ഒരിക്കലും നടപ്പാക്കാൻ സാധിക്കാത്തതാണ്. മാത്രമല്ല M. സ്വരാജ് MLA ആണ് ഈ പാലത്തിന്, വളന്തക്കാട്ട് ദ്വീപിലേക്കുള്ള പാലത്തിന് 6 കോടി രൂപ അനുവദിച്ചത്. അവിടെ കാലങ്ങളായിട്ട് MLA ആയിട്ടുള്ള K. ബാബു 1 രൂപ പോലും ഇതിനു വേണ്ടി മുടക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാലം പൊളിക്കണമെന്ന് പറയുന്നത്, ഇത് മാറ്റി അതിൻ്റെ നിർമ്മാണം നടത്തണമെന്ന് പറയുന്നതിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അതങ്ങനെയല്ല വേണ്ടത് എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇനി ഈ പാലം ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഭൂമി കണ്ടെത്തുകയാണ് ഇതിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിനുവേണ്ടി A. റഹീം MP ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിക്കാനായിട്ട് തീരുമാനമായിട്ടുണ്ട് എന്നും പ്രതിപക്ഷത്തുള്ള LDF ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, വളന്തക്കാട്ടേക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് പാലത്തിൻ്റെ പണി പകുതിയിൽ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വാർത്തയുടെ വിവരങ്ങളാണ് AT അശ്വതി കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്.